നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാനകേന്ദ്രം തയ്യാറാക്കുന്ന മാറാനാത്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടും സ്നേഹത്തോടും പരിശുദ്ധാത്മാവിനോടുള്ള വലിയ ഇഷ്ടത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. കണ്ണുകളടച്ച്, ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവമേ, നിൻ്റെ പ്രവാചകനിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ നിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളോട് അത്ഭുതകരമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് അവിടെ ചെന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെ നീ തൊടണമേ. ഈശോയെ, നിൻ്റെ വചനത്തിന് അത്ഭുത അഭിഷേകം അവർക്ക് നൽകണമേ. ഈശോയെ പ്രാർത്ഥിക്കുവാനും നിന്നോട് ചേർന്നിരിക്കുവാനും കൃപയും അഭിഷേകം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്ക് അത്ഭുത ശക്തി കടന്നു വരട്ടെ. പാപത്തിൻ്റെ കുഴിയിൽ വീണ മക്കൾക്കെല്ലാം എഴുന്നേൽക്കുവാനുള്ള അഭിഷേകം ഉണ്ടാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവാക്യമാണ്. മിക്ക പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ മനോഹരമായൊരു കാര്യം ഇപ്രകാരം പറയുകയാണ്: എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെക്കുറിച്ചോർത്ത് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം അതാണ്. വീണാലും ഞാൻ എഴുന്നേൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിക്കാ പ്രവചനത്തിലൂടെ അത്ഭുതകരമായ ഈ ഒരു ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. എൻ്റെ ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശത്രു എന്ന് പറഞ്ഞാൽ ബൈബിളിലെ അർത്ഥം പിശാച് എന്നാണ്, തിന്മ എന്നാണ്, ദുഷ്ടാരൂപി എന്നാണ്. മിക്കാ പ്രവാചകൻ പിശാചിനെ നോക്കി, ശത്രുവിനെ നോക്കി, ദുഷ്ടാരൂപികളെ നോക്കി കൽപ്പിക്കുകയാണ്: എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ ഇനി എന്നെ ഓർത്തിനി ആഹ്ലാദിക്കേണ്ട, നിങ്ങൾ എന്നെ ഓർത്ത് ആഹ്ലാദിക്കേണ്ട. ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ വീണാലും എഴുന്നേൽക്കും. വചനം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു ശക്തമായ പ്രേരണ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണാലും ഞാൻ എഴുന്നേൽക്കും. പിശാച് ഞെട്ടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തീരുമാനം കണ്ട്, നമ്മുടെ ഈ ആഗ്രഹം കണ്ട്, നമ്മുടെ ഈ വചനം കേട്ട് പിശാച് ഞെട്ടിവിറയ്ക്കണം. പിശാച് ഒരു വ്യക്തി അവിടെ വീണ് കിടക്കുമ്പോൾ ആഹ്ലാദിക്കുന്നവനാണ്. വീണടത്തു നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ പിശാചിൻ്റെ ആഹ്ലാദം വിട്ടുപോകും. അതുകൊണ്ടാണ് മിക്കാ പിശാചിനെ നോക്കി പറയണത്: നീ ഇനി എന്നെ ഓർത്ത് ആഹ്ലാദിക്കേണ്ട, ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് പ്രവാചകൻ പറയുകയാണ്: ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഇതൊരു വലിയൊരു ആത്മീയ അനുഭവമാണ്. ഞാൻ ഇരുട്ടിലായാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഒരുപക്ഷെ എനിക്ക് സ്വന്തം ശക്തി കൊണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുമായിരിക്കുകയില്ല. പക്ഷേ അവൻ പ്രകാശമാണ്. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നവനാണ്. അവനിൽ ഇരുട്ടില്ല, അവനിൽ ഉള്ളൂ. അവൻ എല്ലാ വെളിച്ചങ്ങളുടെയും ദാതാവാണ്, പ്രകാശമാണ്. ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ വീടിനോട് ചേർന്നാണ് തൊഴുത്തുണ്ടായിരുന്നത്. അന്ന് ഞാൻ നടക്കുന്ന വഴിക്ക് അവിടെ ഒരു ചാണകക്കുഴി ഉണ്ടായിരുന്നു. അതിലേക്ക് കാല് വഴുതി അങ്ങോട്ട് വീണു. പ്രിയപ്പെട്ടവരെ, കാലെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പൂന്തിപ്പോയി. എന്തോ ഒരു വൃത്തികെട്ട മണമാണ്. അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ പരിശ്രമിച്ചു. അമ്മയെന്നൊക്കെ വിളിച്ചു. ഞാനവിടെ നിന്ന് തപ്പിപ്പിടിച്ച് ഞാൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൽ വീണ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ
അതിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് ഒരു പ്രേരണ ലഭിക്കുകയാണ്. കാരണം അതൊരു കുഴിയാണെന്ന് ഞാൻ മനസ്സിലാക്കി, അതൊരു ചാണകക്കുഴിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഏതായാലും എൻ്റെ ദേഹത്തേക്കൊന്നും വന്നില്ല, കുറച്ച് ചെറിയ ചാണകക്കുഴിയായിരുന്നു. ഞാൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും ഏതെങ്കിലുമൊക്കെ കുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുപക്ഷെ നിരാശയുടെ കുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തികളായിരിക്കും. പിശാചിൻ്റെ വലിയൊരു ആയുധമാണല്ലോ അത്. ഒരുപക്ഷെ കോപത്തിൻ്റെ, ഒരുപക്ഷെ ലൈംഗികപരമായ അരാജകത്വത്തിൻ്റെ, ഒരുപക്ഷെ വിട്ടുമാറാത്ത മദ്യപാനത്തിന്, ദുശീലങ്ങളുടെ കുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ പിശാചിനോട് പറയണം, നീ എന്നെ ഓർത്ത് ആഹ്ലാദിക്കരുത്. ഞാൻ വീണ് കിടക്കുന്നവനാണെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദ് 145 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൽ ഹൃദയം പൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നവനാണ്, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. ദാവീദിന് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ചിത്രമുണ്ടായിരുന്നു. ഒരുപാട് വീണുപോയ വ്യക്തിയാണെങ്കിലും ദാവീദ് പറഞ്ഞു, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നവനാണ്, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മിഖ പറഞ്ഞത്, ഞാൻ വീണാലും എഴുന്നേൽക്കും. ശത്രുവെ, പിശാചേ, നീ എന്നെക്കുറിച്ച് ഇനി ഓർത്ത് ആഹ്ലാദിക്കേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വലിയൊരു കാഴ്ചപ്പാട് നിറയണം. ഞാൻ എഴുന്നേൽക്കും, ഞാൻ വീണാലും എഴുന്നേൽക്കും. ഒരുപക്ഷെ ഞാൻ പാപത്തിലേക്ക് വീണു പോയാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഒരുപക്ഷെ ഞാൻ അശുദ്ധിയിലേക്ക് വീണ്ടു പോയാലും ഞാൻ എഴുന്നേൽക്കും. കാരണം ഞാൻ എഴുന്നേൽക്കുന്നതിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. ഞാൻ കിടക്കുന്നതിൽ സന്തോഷിക്കുന്നവനാണ് പിശാച്. പിശാചിന്റെ സന്തോഷത്തെ കെടുത്തി ദൈവത്തിന്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാൻ മിഖ പറയുന്നു, എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് ഇനി ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവ്യർ പട്ടാലച്ചൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, ഒരു സംഭവം. ഒരിക്കലൊരു ആട്ടിൻകുട്ടി നടന്നു പോവുകയാണ്. അത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അതിനെ കാലങ്ങോട്ട് വഴുതി അതൊരു ചീത്തക്കുഴിയിലേക്ക്, ചെളിക്കുഴിയിലേക്ക് വീണു. ചെളിക്കുഴിയിലേക്ക് വീണ് ഈ ആട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അതിൻ്റെ ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന ചെളിയും അശുദ്ധിയും എല്ലാം അത് ഏതോ മരത്തിൻ്റെ അവിടെ കൊണ്ടുപോയി തൂത്ത് അത് അതിനെ തന്നെ വൃത്തിയാക്കി. അത് വീണപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് അതിനെ കൊണ്ട് പറ്റാവുന്ന പോലെ അതിനെ തന്നെ ക്ലീൻ ചെയ്തു, അതിനെ തന്നെ വൃത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, പക്ഷേ അതേ വഴിയിലൂടെ നടന്നു വന്ന ഒരു പന്നിക്കുട്ടൻ അതിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴോ സ്ഥിതി മറിച്ചായിരുന്നു. പന്നിക്കുട്ടന് ഭയങ്കരമായ സന്തോഷമായി. അതതിൽ കിടന്ന് ഉരുളുകയും മറിയുകയും അവിടെ കിടന്ന് നൃത്തം ചെയ്യുകയും ചെയ്തു. കാരണം അതിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചെളിക്കുഴി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വ്യക്തികൾ അങ്ങനെയാണ്. ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ കുഴിയിലേക്ക് വീണ്ടും വീണുപോയി എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുട്ടിപ്പിശാച് പറഞ്ഞു കൊടുക്കും, നീ ഏതായാലും കുടിച്ചില്ലേ, നീ ഏതായാലും വീണുപോയില്ലേ, നീ ധ്യാനം കൂടിയതല്ലേ, നിനക്ക് രക്ഷയൊന്നുമില്ല, അവിടെ കടന്നോ. അതാണ് പിശാചിൻ്റെ ആഹ്ലാദം. പ്രിയപ്പെട്ടവരെ, നീ പറയണം, അല്ല, ഞാൻ എഴുന്നേൽക്കും, വീണാലും ഞാൻ എഴുന്നേൽക്കും. കാരണം അവിടുന്ന് എൻ്റെ വെളിച്ചമാണ്. ഞാൻ ഇരുട്ടത്തിൽ ഇരുന്നാലും അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈശോനാഥൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8 12 വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈശോ പറയുക, അവിടുന്ന് പ്രകാശമാണ്. അതാണ് മിഖ പറഞ്ഞത്, ഞാൻ ഇരുട്ടത്തിലിരുന്നാലും അവിടുന്ന് എൻ്റെ വെളിച്ചമാണ്, അവിടുന്ന് എൻ്റെ വെളിച്ചമാണ്. ഒരുപക്ഷെ എനിക്ക് വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പറ്റാത്ത രീതിയിൽ ആസക്തികളോ പാപത്തിൻ്റെ ബന്ധനങ്ങളോ തഴക്കദോഷങ്ങളോ എന്നെ ഇരുട്ടിലേക്ക് പിടിച്ച് കൂത്തിക്കുട്ടിയിരുന്നാലും, പ്രിയപ്പെട്ടവരെ, മിഖ പറയുകയാണ്, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് എൻ്റെ വെളിച്ചമാണ്, അവിടുന്ന് എൻ്റെ പ്രകാശമാണ്. 8 യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ അതാണ് പറഞ്ഞത്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവനിൽ ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും. തുടർന്ന് 9 വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ഒരു അന്ധനായ വ്യക്തി, ആ അന്ധനായ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 9 ഈശോ പറയാണ്, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിട്ട് അവിടുന്ന് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി അവനോട് പോയി കഴുകാൻ പറഞ്ഞു. അവൻ പോയി കഴുകി, അവന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദർ തെരേസ മരിച്ചു കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു അമ്മ ഒരു വിശുദ്ധ തന്നെയാണെന്ന്. അങ്ങനെ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് സഭ ഔദ്യോഗികമായിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ആത്മീയ ഗുരുക്കന്മാരൊരു സത്യം തിരിച്ചറിഞ്ഞത്. മദർ തെരേസായുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഇരുണ്ട രാത്രികൾ ഉണ്ടായിരുന്നു പോലും. ഇരുണ്ട രാത്രികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോലും പറ്റാത്ത രാത്രികൾ.
ഒരുപാട് പ്രലോഭനങ്ങൾ നിറഞ്ഞ രാത്രികൾ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പോലും ഒരുപാട് ചിന്തകൾ, പൊട്ടച്ചിന്തകൾ ഉണ്ടാകുന്ന രാത്രികൾ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും, ആത്മാർത്ഥമായി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോലും പറ്റാത്ത ഇരുണ്ട രാത്രികൾ ഈ വലിയ വിശുദ്ധയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ മിഖാ പ്രവാചകന്റെ ജീവിതത്തിലും ഇരുണ്ട രാത്രികൾ കടന്നു വന്ന് കാണും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മിഖാ പ്രവാചകൻ, ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് മിഖാ പ്രവാചകൻ, ഒരുപാട് ആളുകളെയും തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇരുണ്ട രാത്രികൾ ഒരുപക്ഷെ വന്നു കാണുമായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും മിഖാ 7-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. പ്രവാചകൻ പറയാണ്, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഇരുണ്ട രാത്രി, ഏറെ ഇരുണ്ട രാത്രികളൊക്കെ നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കാം. ഒരാത്മീയ അനുഭവം ഇല്ലാത്ത രാത്രികൾ, പ്രാർത്ഥിക്കാനായിട്ട് തോന്നാത്ത രാത്രികൾ, ഒരാത്മീയ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ കാണുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചുറേസ്യായൊക്കെ സഹനം കൊണ്ട് വീർപ്പ് മുട്ടിക്കഴിഞ്ഞപ്പോൾ, ശരീരത്തിലും മനസ്സിലൊക്കെ വേദന അങ്ങോട്ട് തളം കെട്ടിക്കഴിഞ്ഞപ്പോൾ, ദൈവമേ നീ ഉണ്ടോ, നീ സ്നേഹിക്കുന്നവനാണെന്നൊക്കെ അറിയാതെ ചോദിച്ചു പോയി. ഉടൻ തന്നെ കൊച്ചുറേസ്യ തിരിച്ച് പറയും, കർത്താവേ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ് മിഖാ പ്രവാചകൻ പറയുകയാണ്, അവിടുന്ന് ദൈവം, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ ഇരുട്ടിലായിരിക്കാം ഇപ്പോൾ, പക്ഷെ അവിടുന്ന് എന്നെ ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്ന് മറക്കരുത്. ദൈവം നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ ഇരുണ്ട രാത്രികൾ അമ്മയെ വേട്ടയാടി. പക്ഷെ അമ്മയ്ക്കറിയാം, അവൻ പ്രകാശമാണ്, അവനിൽ ഇരുട്ടില്ല, അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും എന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അനേക വിശുദ്ധർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരുണ്ട രാത്രികളുടെ അനുഭവം, തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന, കരഞ്ഞിരുന്ന രാത്രികൾ. പക്ഷെ അവർക്കൊരു കാര്യത്തിൽ ബോധ്യമുണ്ട്, അവിടുന്ന് ഈ ഇരുട്ടത്ത് അവരെ തള്ളിക്കളയുകയില്ല, പ്രകാശത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മന്നിപ്പുകളും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പരാജയങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കർത്താവിന് കൊടുക്കാം. ഒരുപക്ഷെ ഇരുട്ടത്തിരിക്കുന്ന അനുഭവമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ, എങ്കിലും അവിടുന്ന് നിങ്ങളെയും പ്രകാശത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 8-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം, അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. പൗലോസ് പറയാണ്, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും, ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും, വിട്ടുമാറാത്ത കോപം, ക്ഷമിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ, ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, ലൈംഗികപരമായ ചില അരാജകത്വങ്ങൾ, ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും വീണ്ടും ഇരുട്ടിലേക്ക് വീണു പോകുന്ന സ്വഭാവം, അതുപോലെ തന്നെ ചില രോഗത്തിൻ്റെ കെട്ടുകൾ. നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. പൗലോസ്ലീഹ തന്നെ കാണുകയാണ്, അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ബലഹീനതകൾ പലപ്പോഴും സമ്മതിക്കുന്നില്ല. ആ പൗലോസ് പറയാണ്, എൻ്റെ ഈ ശരീരം പോലും പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു എന്നിൽ വസിക്കുന്നുള്ളത് കൊണ്ട് എൻ്റെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ചില ബലഹീനതകളോ പോരായ്മകളോ പാപത്തിൻ്റെ ബന്ധനങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടുന്ന് അതിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ മതിയായവനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് നിനക്കുണ്ടായി. മിഖാ പറഞ്ഞതുപോലെ നീയും പറയണം, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ ഇരുട്ടിലിരിക്കുകയാണെങ്കിലും അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. 7-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം മനോഹരമായ രീതിയിൽ മിക്കാ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ്. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലൊരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തെക്കുറിച്ച് മിക്കാ പറയുന്ന മനോഹരമായൊരു കാര്യമാണ്, അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. നിന്റെ ദൈവം കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. എന്നോട് കരുണ കാണിക്കുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന വികാരത്തിൻ്റെ പേരാണത്രേ ആനന്ദം. ഞാൻ ഇരുട്ടിലിരിക്കുമ്പോൾ, ഞാൻ എളിമയോടുകൂടി ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ മേൽ ചൊരിയുന്ന കാരുണ്യം, ആ കാരുണ്യം ചൊരിയുന്നതിൽ ദൈവത്തിന് ആനന്ദമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 34-ാമത്തെ അധ്യായത്തിൽ മോശ തമ്പുരാന്റെ പക്കൽ നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മോശ കർത്താവിൻ്റെ പക്കൽ പറയുന്ന കാര്യം, അവിടുന്ന് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അവിടുന്ന് തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കുന്ന 1000 തലമുറകൾ വരെ കരുണ കാണിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവം. ഞാൻ ഇരുട്ടത്തിരിക്കുമ്പോൾ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇരുണ്ട രാത്രികൾ കാണുമായിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ കാണുമായിരിക്കും. മറക്കരുത്, അവിടുന്ന് നിന്നെ വീണ്ടും പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. സംശയമില്ല കാര്യത്തിന്. ഈ മിക്കാ പ്രവാചകനിൽ നിറഞ്ഞിരുന്ന ഈ ഒരു ശുശ്രൂഷാഭിഷേകം, ഈ ഒരു പ്രത്യാശയോടൊരു നിറവ് നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞില്ലേ, നിന്റെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ചത്തുപോയതാണെങ്കിലും ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് നീതി നിമിത്തം അത് ജീവനുള്ളതായിട്ട് മാറും. അതിനാണ് പരിശുദ്ധാത്മാവിനെ ഈശോ തന്നേക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്, ജീവനുണ്ടാകാൻ. ഒരു കുടുംബനാഥന്റെ പ്രത്യേകത ഭയങ്കരമായ കോപമാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഭാര്യ ഒത്തിരി സ്നേഹിക്കണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. കോപിക്കുമ്പോൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ശാപവാക്കുകൾ പറയും. പ്രിയപ്പെട്ടവരെ, പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ കുറച്ച് ഇരുണ്ട മണിക്കൂറുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനറിയാം, ഇതിൽ നിന്നും ദൈവം പ്രകാശത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കും. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഭാര്യയുടെ അടുത്ത് വന്ന് എളിമപ്പെട്ട് അങ്ങോട്ട് മുട്ടുകുത്തി നിൽക്കും. ആ കാലിൽ കെട്ടിപ്പിടിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണീരൊഴുകും. ഭാര്യയ്ക്കറിയാം അദ്ദേഹം പെട്ടെന്ന് വികാരം കൊണ്ട് പറഞ്ഞതാണ്. ആ സ്ത്രീ അയാളെ പെട്ടെന്ന് താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എളിമപ്പെടുമ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, ആ വ്യക്തിയിലേക്ക് എന്തുമാത്രം കൃപയാണ് ഒഴുകുന്നത്. അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. മിക്കാ പറഞ്ഞതുപോലെ വീണുകിടത്ത് കിടക്കാതെ അദ്ദേഹം വീണ്ടും എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ചിറകടിച്ചുയരുകയാണ്. അദ്ദേഹത്തിലേക്ക് വീണ്ടും കർത്താവ് തൻ്റെ അനന്തമായ കൃപകൾ ഒഴുക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഇതുപോലത്തെ ഏതെങ്കിലും കുഴിയിൽ വീണ് കിടക്കുകയായിരിക്കും. പ്രിയപ്പെട്ടവർ, എഴുന്നേൽക്കണം, എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കർത്താവിൻ്റെ പക്കലേക്ക് പോകണം. ധൂർത്തപുത്രൻ പറഞ്ഞു, ഞാൻ ഇതാ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോകും. പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ചെളിക്കുഴിയിൽ നിന്ന്, പന്നിക്കുഴിയിൽ നിന്ന് അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റാൽ മാത്രം പോരാ, അപ്പൻ്റെ അടുത്തേക്ക് പോകണം, വെളിച്ചത്തിലേക്ക് പോകണം. അതാണ് മിക്കാ പറഞ്ഞത്, ഞാൻ ഇരുട്ടത്തിരുന്നാലും അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, പ്രകാശത്തിലേക്ക് നയിക്കും. പ്രകാശമായ ഈശോ, ആ ഈശോയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം നയിക്കട്ടെ. ഈ കുറവുകളിലേക്കും ഈ ബലഹീനതകളിലേക്കും ഈ പോരായ്മകളിലേക്കെല്ലാം കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് നമുക്ക് ധാരാളം വെളിച്ചവും ധാരാളം ജീവനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും എളിമയോടുകൂടി നമുക്ക് മിക്കാ പ്രവാചകനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം പിശാചിനെ നോക്കി പറഞ്ഞതുള്ളൂ നമുക്കും പറയാം, നീ എന്നെ നോക്കി നീ സന്തോഷിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട ശത്രു. ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ പ്രകാശമായവനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അന്ധകാര മേഖലകൾ നമുക്കുണ്ടെങ്കിൽ
നമുക്കറിയാം അതിൽ നിന്നെല്ലാം അവൻ പ്രകാശത്തിലേക്ക് ആനയിക്കാൻ മതിയായവനാണ്. വിശ്വസിക്കുക, എഴുന്നേൽക്കാം, നമുക്ക് അവൻ്റെ പക്കലേക്ക് പോകാം. ധൂർത്തപുത്രനെ പോലെ ചാണകക്കുഴിയിൽ നിന്ന്, പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ പക്കലേക്ക് പോകാം. ഞാൻ എഴുന്നേൽക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ വീണ് കിടക്കുന്നവർക്കെല്ലാം എഴുന്നേൽക്കാൻ ശക്തി. ഒരുപക്ഷെ നിൻ്റെ അപ്പൻ, ഒരുപക്ഷെ നിൻ്റെ അമ്മ, ഒരുപക്ഷെ നിൻ്റെ സഹോദരങ്ങൾ, പങ്കാളി, മക്കൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വീണ് പോയതായിരിക്കും. ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ വീണ് കിടക്കുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് പോലും എഴുന്നേൽക്കാനുള്ള അത്ഭുത അഭിഷേകം നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ച് ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, 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 യേശുവേ. വീണവർക്ക് എഴുന്നേൽക്കാനുള്ള കൃപ കൊടുക്കണമേ. എഴുന്നേറ്റവർക്ക് നിന്റെ പക്കലേക്ക് നടന്നു വരാൻ കൃപ കൊടുക്കണമേ. ഇരുട്ടിലായിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം വെളിച്ചത്തിലേക്ക് വരാനുള്ള ഉത്കടമായ അഭിലാഷവും ആഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, സ്വർഗീയ പിതാവേ, ഈ മക്കൾക്കെല്ലാം സ്വർഗത്തിന് അഭിഷേകം നൽകണമേ. സ്വർഗത്തിന് അഭിഷേകം നൽകണമേ. എഴുന്നേൽക്കാൻ അഭിഷേകം നൽകണമേ. നിന്റെ പക്കലേക്ക് ഓടി വരാൻ അഭിഷേകം നൽകണമേ. വെളിച്ചത്തിലേക്ക് വരാൻ അഭിഷേകം നൽകണമേ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവമേ, 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 പരിശുദ്ധാത്മാവെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ, നയിക്കണം. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ പ്രകാശമായവൻ നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണല്ലോ. ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ മിക്കാ പ്രവാചകനിലൂടെ നമ്മൾ കേട്ട വചനം നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ ഓർത്ത് ആഹ്ലാദിക്കേണ്ട. ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഈ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ വീഴ്ചകളിലേക്കും കർത്താവ് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ വീണ് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വീണുപോയിട്ടും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് അത്ഭുതകരമായ പ്രകാശവുമായിട്ട് ഈശോ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കാം. രണ്ട് കരങ്ങളും നാഥൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുക. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ പ്രകാശമായിട്ട് ഈശോ കടന്നു വരട്ടെ. കുടുംബത്തിന് ഇരുട്ടകറ്റാൻ ഈശോ കടന്നു വരട്ടെ. ആത്മീയ ജീവിതത്തിന് ഇരുട്ടകറ്റാൻ ഈശോ കടന്നു വരട്ടെ. സ്വരമുയർത്തി മനസ്സ് തുറന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, നിന്റെ പ്രിയപ്പെട്ട ഓരോ മകനെയും മകളെ നീ സ്പർശിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലുള്ള ഇരുട്ടെല്ലാം മാറിപ്പോകട്ടെ. പ്രകാശമായ നിന്നിലേക്ക് കടന്നു വരാനുള്ള വലിയ ആഗ്രഹവും വലിയ കൃപ ഇവർക്കുണ്ടാകട്ടെ. വീണാലും ഞാൻ എഴുന്നേൽക്കുമെന്ന് മിഖായെ പോലെ പറയാൻ തക്ക അഭിഷേകം മക്കൾക്കുണ്ടാകട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഈ മക്കളെ വീഴ്ത്തി കിടത്തിയിട്ടുള്ള സകല ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുതകരമായ നാമമേ ഈ മക്കളിലേക്ക് നിറയണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണാലും ഞാൻ എഴുന്നേൽക്കുമെന്ന് ശക്തമായിട്ട് പറയാൻ തക്ക അഭിഷേകം മക്കൾക്കുണ്ടാകട്ടെ. ഓ മൈറ്റി ജീസസ്, അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് ലിനി, ഭർത്താവിൻ്റെ പേര് ഫ്രാൻസിസ്, മോൻ്റെ പേര് ആൻ്റണി. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 2007 ഒക്ടോബർ മാസം ഇവിടെ വന്ന് ഒരാഴ്ച ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു. സുവിശേഷത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര 7 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് ഇവർക്ക് മക്കളുണ്ടാകാതെ വിഷമിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഒരു 5 ദിവസം താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെ കഴിഞ്ഞ 2007 ഒക്ടോബർ മാസത്തിൽ വന്ന് ധ്യാനം കൂടി. പ്രൈസ് ദ ലോർഡ്. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് അവരെ അനുഗ്രഹിച്ച് ഇവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ദാനമാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.